സൈക്കിളുകളെ സംബന്ധിച്ചൊരു പ്രധാന കണ്ടുപിടുത്തം 1860 ഫ്രാൻസിൽ നടന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഫ്രണ്ട് വീലിൽ പെഡൽ നേരിട്ട് പിടിപ്പിച്ച് ഉള്ള സൈക്കിളുകൾ. ആ സൈക്കിളുകൾ ഫ്രാൻസിൽ അത്യാവശ്യം ജനപ്രിയം നേടി. വലിയ യാത്രാസുഖമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. വെലോസിപ്പീഡ് എന്നായിരുന്നു അതിന് ഇട്ടിരുന്ന പേര്. അത് അമേരിക്കയിലേക്കും കയറ്റുമതി ചെയ്തു. അമേരിക്കക്കാർ പക്ഷേ അതിലെ യാത്രാസുഖം അനുഭവിച്ച് അതിൻ്റെ പേരൊന്ന് പരിഷ്കരിച്ചു. ബോൺ ഷോക്കർ എന്നാക്കി മാറ്റി. എല്ലൊക്കെ തകർന്നു പോകുന്ന തരം യാത്രാസുഖം. 1868 തോമസ് ഹംബർ എന്ന ഒരു ബ്രിട്ടീഷ് മെക്കാനിക്ക് ഒരു മാഗസിനിൽ വന്ന ഈ വെലോസിപ്പേഡിനെ കുറിച്ചുള്ള ഒരു ലേഖനം വായിക്കുകയും ഒപ്പം അതിൻ്റെ ഒരു ചിത്രം കാണുകയും ചെയ്തു. ഈ വെലോസിപ്പേഡ് അദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ല, ആ ചിത്രം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏതായാലും ആ മോഡലിൽ അദ്ദേഹവും ഒരു വെലോസിപ്പേഡ് നിർമ്മിച്ചു. പക്ഷേ ഒറിജിനൽ വെലോസിപ്പേഡിനേക്കാൾ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു. സ്റ്റീൽ ട്യൂബുകൾ കൊണ്ടുള്ള ഫ്രെയിം, പിന്നെ ഹാർഡ് റബ്ബർ കൊണ്ടുള്ള ടയർ. കാറ്റടിക്കുന്ന തരമല്ല, അത് അപ്പോഴൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അവിടെ ഈ കുട്ടികളുടെയൊക്കെ സൈക്കിളിൽ വരുന്ന തരം റബ്ബർ ടയർ. അതുകൊണ്ട് അതിൻ്റെ യാത്രാസുഖം ഒറിജിനൽ നിർമ്മിതിയേക്കാൾ വളരെയധികം വർദ്ധിച്ചു. അതിൻ്റെ പ്രചാരത്തിനായി അദ്ദേഹം ധാരാളം റേസുകളും സംഘടിപ്പിച്ചു. കൂട്ടത്തിൽ പറയട്ടെ, വളരെ സാഹസികമായ ഒരു യാത്രയായിരുന്നു ഈ വെലോസിപ്പേഡിൽ. ഫ്രണ്ട് വീൽ അത്രയും ഉയരം കൂടിയതാണ്. അതിൻ്റെ മുകളിലാണ് മനുഷ്യൻ കയറി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ ഇത് നിർത്തേണ്ടി വന്നാൽ വീഴ്ച ഉറപ്പാണ്. അത് വളരെ സാവധാനമേ ഇതിൽ കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റുള്ളൂ. അത്തരം ഒരു വെലോസിപ്പേഡിൽ കയറുന്ന ഒരു വീഡിയോ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വളരെയധികം എക്സ്പെർട്ടൈസ് ആവശ്യമുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ഈ വെലോസിപ്പേഡിൽ കയറുന്നതും ഇറങ്ങുന്നതും. അത് ഒരുപാട് പെഡസ്ട്രിയൻസിന് അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിൽ നിന്നും തെറിച്ച് വീണും താഴേക്ക് വീണ് കൈയൊടിഞ്ഞും ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. ജർമ്മനിയിൽ ഫിലിപ്പ് ഫിഷർ ചെയിനും പെഡലും കണ്ടുപിടിക്കുന്നത് വരെ ആ രീതി തന്നെയായിരുന്നു സൈക്ലിങ്ങിന് ഏറ്റവും കംഫർട്ടായിട്ടുള്ളത്. ഹംബർ പക്ഷേ വെലോസിപ്പേഡിൻ്റെ പേരൊന്ന് പരിഷ്കരിച്ചു. പെനി ഫാർത്തിങ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കമ്പനി ഇറക്കിയ വെലോസിപ്പേഡിന് ഇട്ടിരുന്ന പേര്. 1871 അദ്ദേഹം ഹംബർ എന്നുള്ള ഒരു സൈക്കിൾ കമ്പനി ആരംഭിക്കുകയും ഈ വെലോസിപ്പേഡിൻ്റെ പ്രൊഡക്ഷൻ വളരെ ബൾക്കായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ അത് നിർമ്മിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ തോമസ് ഹംബർ തന്നെ വികസിപ്പിച്ച ഒരു സൈക്കിളാണ് നമ്മൾ ഇന്ന് കാണുന്ന തരം സൈക്കിൾസ്. ഫ്രണ്ടിലും ബാക്കിലും ഒരേ ഉയരത്തിലുള്ള വീലുകളും സെൻട്രലിൽ പെഡലും ചെയിൻ സിസ്റ്റമൊക്കെ പിന്നെ നേരത്തെ കണ്ടുപിടിച്ചു. അതെല്ലാം ഉപയോഗിച്ച് ഇന്ന് കാണുന്ന തരം സൈക്കിൾസ്, സേഫ്റ്റി സൈക്കിൾസ് എന്നാണ് അതിന് അദ്ദേഹം പേരിട്ടത്. അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു, അതിന് പേറ്റന്റ് എടുത്തില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആർക്കും സൈക്കിൾ ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെ സൈക്കിളിൻ്റെ പ്രചാരം, അതുപോലെ അതിൻ്റെ ജനപ്രിയത, ഇതെല്ലാം ഇത്രയധികം വർദ്ധിപ്പിക്കാൻ കാരണക്കാരനായ ഒരു വ്യക്തിയാണ് തോമസ് ഹംബർ. ആ കാലഘട്ടത്തിൽ തന്നെ റാലിയും നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുകയാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു മത്സരം തന്നെ ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ റാലി കമ്പനിയുടെയും ഹംബറിൻ്റെയും സൈക്കിൾസ് എന്ന് പറയുന്നത് ക്വാളിറ്റി വളരെയധികം ഉന്നതിയിലായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ സ്റ്റീൽ സ്ട്രക്ചർ, അതിൻ്റെ മെയിൻ ഫ്രെയിമും സാധനങ്ങളും എല്ലാം സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. മറ്റു പല കമ്പനികളും അങ്ങനെ ആയിരുന്നില്ല. ഇരുമ്പ് കൊണ്ടും പലതരം അലോയ്സ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിരുന്നതായിരുന്നു ബാക്കിയുള്ള സൈക്കിൾസ്. അപ്പോൾ അതിനേക്കാൾ വളരെ സ്ട്രോങ് ആയിരുന്നു, അതിനേക്കാൾ ഡ്യൂറബിൾ ആയിരുന്നു. നമുക്കിന്നും കാണാം 100 വർഷത്തിന് മേലെ പഴക്കമുള്ള റാലി സൈക്കിൾസും ഹംബർ സൈക്കിൾസും ഒക്കെ കീപ്പ് ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്. സൈക്കിളുകൾക്കിടയിലെ അരിസ്ട്രോക്രാറ്റ് അഥവാ കുലീനൻ എന്നുള്ള നിലയിലായിരുന്നു ഹംബർ സൈക്കിൾസ് അറിയപ്പെട്ടിരുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് രാജാവ് ഈ ഹംബർ സൈക്കിളിലല്ല, ഹംബറിൻ്റെ തന്നെ ട്രൈസിക്കിളിൽ സഞ്ചരിക്കുന്ന ഒരു ചിത്രവും അതോടുകൂടിയുള്ള ഒരു പരസ്യവും ബ്രിട്ടനിലെ വളരെയധികം ഹിറ്റായ ഒരു പരസ്യമായിരുന്നു. അങ്ങനെ ഹംബർ സൈക്കിളിൻ്റെ പ്രചാരം വളരെയധികം കൂടി. പ്രൊഡക്ഷൻ തുടങ്ങി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബ്രിട്ടനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈക്കിൾ കമ്പനി എന്നുള്ള ബഹുമതി ഹംബർ നേടി. 1ാം സ്ഥാനം റാലി, 2ാം സ്ഥാനം ഹംബർ. ആ രീതിയിൽ
ഈ രണ്ട് കമ്പനികൾ തമ്മിൽ വളരെ ആരോഗ്യകരമായ ഒരു മത്സരവും അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ സൈക്കിൾസും എല്ലാം പുറത്തു വന്നുകൊണ്ടിരുന്നു. 1914 കമ്പനി പുതിയ ഒരു മേഖലയിലേക്ക് കടക്കുകയാണ്. കാർ നിർമ്മാണം എന്നുള്ള ഒരു മേഖലയിലേക്ക് കടന്നു. ആ സമയത്ത് കാറുകളൊക്കെ വന്നു തുടങ്ങിയ സമയമാണ്. ഈ തോമസ് ഹംബറിൻ്റെ തന്നെ കാർ നിർമ്മാണ യൂണിറ്റാണ് വളരെ കാലം ഫേമസ് ആയിരുന്ന ഹിൽമാൻ എന്ന കാറുകൾ. അങ്ങനെ കാർ നിർമ്മാണം കൂടുതൽ പുരോഗമിച്ചപ്പോൾ പിന്നെ സൈക്കിളിലുള്ള ശ്രദ്ധ കുറഞ്ഞു. അവസാനം 1932 ഹംബർ കമ്പനി റാലി ഏറ്റെടുത്തെങ്കിലും ഹംബർ എന്നുള്ള ബ്രാൻഡിൽ തന്നെ റാലി ആ സൈക്കിളും പുറത്തിറക്കി. റാലി ഹംബറും വാസ്തവത്തിൽ അന്ന് റാലിയേക്കാൾ വില കൂടുതലായിരുന്നു ഹംബറിന്. അത് റാലി കമ്പനി ഇറക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. റാലി എത്രയും പുരോഗതിയിലേക്ക് നയിച്ച ഫ്രാങ്ക് ബൗഡൻ എന്ന വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെയും കൂടി സഹായത്തോടെ ഹെൻറി സ്റ്റേർമി ആൻഡ് ജെയിംസ് ആർക്കർ എന്നീ രണ്ട് വ്യക്തികൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് സ്റ്റേർമി ആർക്കർ എന്ന കമ്പനി. ആ കമ്പനിയുടെ പ്രധാന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗിയർ ബോക്സുകളായിരുന്നു. സൈക്കിളിലേക്ക് വേണ്ട ഗിയർ ബോക്സുകൾ. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ചെയിൻ എടുത്ത് ചാടുന്ന തരം ഗിയറുകളല്ല, മറിച്ച് അതിൻ്റെ ബാക്ക് ഹബിൽ 2 വീലറിലും കാറിലും ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഗിയർ ബോക്സ് ആയിട്ട് തന്നെയായിരുന്നു ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ കുറവായിരുന്നു, വളരെയധികം ഡ്യൂറബിൾ ആയിരുന്നു. അത്തരം ഗിയർ ബോക്സുകൾ നിർമ്മിക്കുന്ന ആ കമ്പനിയുടെ പ്രോഡക്ട്സ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് റാലി സൈക്കിൾസിലാണ്. അത് ഈ പറഞ്ഞ രീതിയിൽ സൈക്ലിംഗ് കുറെ കൂടി എളുപ്പമായി, വളരെ കയറ്റങ്ങളൊക്കെ സുഖമായി ചവിട്ടിക്കയറ്റാം എന്നുള്ള ഒരു അവസ്ഥ വന്നതോടെ സൈക്കിൾ യാത്ര കൂടുതൽ ജനപ്രിയമായി തീർന്നു. അങ്ങനെ ഫ്രാങ്ക് ബൗഡന്റെ മറ്റൊരു നേട്ടമായിരുന്നു അത്, റാലി സൈക്കിൾസിന്റെ ജനപ്രീതി കൂടാൻ. പിന്നീട് ഈ സ്റ്റേർമി ആർക്കർ കമ്പനി മറ്റ് പല സൈക്കിളുകൾക്കും അതിനുശേഷം മോട്ടോർ സൈക്കിളുകൾ, കാറുകൾ, ഇങ്ങനെ പല വാഹനങ്ങൾക്കും ഗിയർ ബോക്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ട് വളർന്നു. ഇങ്ങനെ സൈക്കിളുകളുടെ പ്രചാരം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സൈക്കിൾ കമ്പനികളും നിലവിൽ വന്നുകൊണ്ടിരുന്നു. കൂടുതൽ പല ബ്രാൻഡ് സൈക്കിളുകൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു സൈക്കിൾ കമ്പനിയായിരുന്നു റോബിൻ ഹുഡ്. 1889 ജോൺ സിബർട്ട് എന്ന വ്യക്തിയായിരുന്നു റോബിൻ ഹുഡ് കമ്പനി സ്ഥാപിച്ചത്. പക്ഷേ കമ്പനി സ്ഥാപിച്ചെങ്കിലും കാര്യമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ തുടങ്ങിയില്ല. പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികം തന്നെയായിരുന്നു. ബൾക്കായിട്ട് സൈക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു സാമ്പത്തികം ജോണിനുണ്ടായിരുന്നില്ല. അധികം വയ്യാതെ 1891 ജോൺ കെൻഡ്രിക്ക്, ഗോൾഡിംഗ് കെൻഡ്രിക്ക് എന്നീ രണ്ട് വ്യക്തികൾ റോബിൻ ഹുഡ് കമ്പനി ഏറ്റെടുക്കുന്നു. 1894 വ്യാവസായികമായി റോബിൻ ഹുഡ് സൈക്കിൾസ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ വീണ്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ കമ്പനിക്ക് നേരിട്ടുകൊണ്ടിരുന്നു. 1896 തോമസ് ഗാംബിൾ, വില്യം ഹേഴ്സ്റ്റ് എന്നീ രണ്ട് വ്യക്തികൾ ആ കമ്പനി ഏറ്റെടുത്തു. റാലി കമ്പനിയെ പോലെ തന്നെ ഗിയർ ബോക്സുകൾ ഉപയോഗിച്ച് 3 സ്പീഡ് സൈക്കിൾസ് അവർ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ റോബിൻ ഹുഡ് സൈക്കിൾസ് ജനപ്രിയമാവുകയും ചെയ്തു. പക്ഷേ സാമ്പത്തികമായിട്ട് ഈ ആദ്യം മുതൽ മുടക്കി ഉണ്ടാക്കിയിട്ട് വേണമല്ലോ പിന്നെ അതിന് ലാഭം എടുക്കാൻ. കൂടുതൽ മുതൽ മുടക്കാനുള്ള ഒരു അവസ്ഥ ഇതിൻ്റെ മുതലാളിമാർക്കൊന്നും തുടക്കം കാലം തൊട്ടേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. അവസാനം 1906 റാലി കമ്പനി റോബിൻ ഹുഡ് ഏറ്റെടുത്തു. സ്റ്റേർമി ആർച്ചറിൻ്റെ ഗിയർ ബോക്സുകൾ കൂടാതെ റോബിൻ ഹുഡ് കമ്പനി ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ചെയിൻ ഗിയറുകൾ ഉപയോഗിച്ചിരുന്നു. ആദ്യമായിട്ട് അത്തരം ചെയിൻ ഗിയറുകൾ നടപ്പിലാക്കിയത് റോബിൻ ഹുഡ് കമ്പനിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമായിരുന്നു ചെയിൻലെസ് സൈക്കിൾസ്. എലൈറ്റ് എന്ന ബ്രാൻഡിൽ അതിലിറക്കിയിരുന്ന ചെയിൻ ഇല്ലാത്ത സൈക്കിൾ, അതായത് പെഡലിൽ നിന്ന് കണക്റ്റിംഗ് റോഡ് വഴിയോ അല്ലെങ്കിൽ ഗിയർ വഴിയോ ബാക്ക് വീലിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു സിസ്റ്റം. മറ്റൊരു കമ്പനിയായിരുന്നു റഡ്ജ്. 1878 ഡാനിയൽ റഡ്ജ് എന്നൊരു വ്യക്തിയായിരുന്നു ആ കമ്പനി സ്ഥാപിച്ചത്. പക്ഷേ ആ കമ്പനി തുടങ്ങി അധികം വൈകാതെ അദ്ദേഹം അന്തരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിധവ ആ കമ്പനി ഏറ്റെടുത്തു. പക്ഷെ അവർക്ക് ആ കമ്പനി കൂടുതൽ കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ആ കാലഘട്ടത്തിൽ നിന്നുണ്ടായിരുന്ന മറ്റൊരു ചെറുകിട സൈക്കിൾ നിർമ്മാണ കമ്പനി വിറ്റ്വർത്ത് സൈക്കിൾസ് എന്ന കമ്പനിയും ഈ റഡ്ജ് സൈക്കിൾസും കൂടി മെർജ് ചെയ്തു. റഡ്ജ് വിറ്റ്വർത്ത് സൈക്കിൾസ് എന്നൊരു പുതിയ കമ്പനി രൂപം കൊണ്ടു. 1894 രൂപം കൊണ്ട ആ കമ്പനി വളരെ കാലം സൈക്കിൾ വിൽപ്പനയുമായിട്ട് മുന്നോട്ട് പോയി. 1934 EMI എന്ന ഒരു മ്യൂസിക് റെക്കോർഡിംഗ് കമ്പനി
ആ കമ്പനി ഏറ്റെടുക്കുന്നത് വരെ. ഈ കമ്പനി ഏകദേശം 8 വർഷത്തോളം റഡ്ജ് സൈക്കിൾസിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് മുന്നോട്ട് പോയി. പിന്നെ അവർക്കും മതിയായി. അവസാനം 1843 അതും റാലി ഏറ്റെടുത്തു. 1885 സിഗ്ഫ്രീഡ് ബെറ്റ്മാൻ എന്ന വ്യക്തി ഫോം ചെയ്ത ഒരു കമ്പനിയാണ് ബെറ്റ്മാൻ ആൻഡ് കമ്പനി. ആദ്യകാലങ്ങളിൽ ചെറുകിട നിർമ്മാതാക്കളിൽ നിന്ന് അയാൾ സൈക്കിൾ വാങ്ങിക്കുന്നു. പക്ഷേ അതിലൊക്കെ പേര് ബെറ്റ്മാൻ ആൻഡ് കമ്പനി എന്നായിരിക്കും. എന്നിട്ടത് പ്രധാനമായിട്ടും എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ പുറം രാജ്യങ്ങളിലൊന്നും ഇത് അറിയുന്നില്ല. അവർ ബെറ്റ്മാൻ ആൻഡ് കമ്പനിയുടെ സൈക്കിൾസ് എന്നേ വിചാരിക്കുന്നുള്ളൂ. 1887 കമ്പനിയുടെ പേരൊന്ന് പരിഷ്കരിച്ചു. ന്യൂ ട്രയംഫ് കമ്പനി എന്നാക്കി. ട്രയംഫ് എന്നുള്ള പേരിൽ സൈക്കിൾസ് ഇറക്കാൻ തുടങ്ങി. ആ രീതിയിൽ കുറച്ചു കാലം മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സാമ്പത്തിക സഹായം പെട്ടെന്ന് ലഭിക്കുകയാണ്. മറ്റാരുമല്ല, ടയർ നിർമ്മാതാവ് ഡൺലപ്പ്. കാരണം ഡൺലപ്പ് അതിനിടയിൽ ടയറിനും ട്യൂബിനും ഒക്കെ വേണ്ടിയുള്ള വലിയ വലിയ ഫാക്ടറികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ടയർ ആൻഡ് ട്യൂബ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡൺലപ്പിൻ്റെ മോണോപോളിയാണ്. കൂടുതൽ വാഹനങ്ങൾ ഉണ്ടാവേണ്ടത് ഡൺലപ്പിൻ്റെ ആവശ്യമാണ്. അങ്ങനെ ഡൺലപ്പിൻ്റെ സാമ്പത്തിക സഹായത്തോടെ 1894 ട്രയംഫ് സൈക്കിൾസ് സ്വന്തമായി സൈക്കിൾസ് നിർമ്മിക്കാൻ തുടങ്ങി. 1902 പല മുൻഗാമികളെയും പോലെ തന്നെ മോട്ടോർ സൈക്കിൾ നിർമ്മാണത്തിലേക്ക് കടന്നു. അതോടെ പിന്നെ സൈക്കിളിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറഞ്ഞു. 1939 കമ്പനി ACM എന്ന മറ്റൊരു ബിസിനസ് ഗ്രൂപ്പിന് ഹാൻഡ് ഓവർ ചെയ്തു. അവരെ ഒരു 5-6 കൊല്ലമൊക്കെ കൊണ്ടുപോയി. അവർക്കും കാര്യമായിട്ടൊന്നും ട്രയംഫ് കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് അത് കറീസ് എന്നുള്ള ഒരു ഇലക്ട്രിക്കൽ കമ്പനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. 1945 കറീസ് കമ്പനി ഏറ്റെടുത്തു. അത് ഏകദേശം 9 കൊല്ലത്തിന് ശേഷം 1954 അവർ റാലിക്ക് കൈമാറി. അങ്ങനെ ട്രയംഫ് സൈക്കിൾസും റാലിയുടെ കീഴിലായി. ഈ ട്രയംഫിൻ്റെ മോട്ടോർ സൈക്കിൾസ് പിന്നീട് നല്ല രീതിയിൽ കുറേ കാലം വിറ്റുപോയിരുന്നു. ഇപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ കമ്പനി ബജാജിൻ്റെ കീഴിലാണ്. ഇനി നമുക്കെല്ലാം വളരെയധികം പരിചിതമായൊരു കമ്പനിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. BSA 1861 ഫോം ചെയ്തൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ശരിയായിട്ടുള്ള പേര് ബിർമിംഗ്ഹാം സ്മോൾ ആംസ് കമ്പനി എന്നായിരുന്നു. അതായത് ചെറുകിട ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി ആയിരുന്നു അത്. 14 തോക്ക് നിർമ്മിക്കാൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചേർന്നാണ് ആ കമ്പനി ഫോം ചെയ്തത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തോക്ക് തന്നെയായിരുന്നു ആദ്യകാലത്ത് നിർമ്മിച്ചിരുന്നത്. അത് ബ്രിട്ടീഷ് ആർമിക്ക് അന്ന് തോക്കുകൾ ഒരുപാട് ആവശ്യമുണ്ട്. കാരണം അവർ ലോകത്ത് പല രാജ്യങ്ങളും കീഴടക്കി. ഇപ്പം നമ്മുടെയൊക്കെ മീററ്റിലും ജാലിയൻവാല ബാഗിലും ഒക്കെ പല കൊലകളും നടത്തണമല്ലോ. അപ്പോൾ തോക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പനിക്ക് തോക്ക് നല്ല രീതിയിലൊക്കെ ചിലവായിക്കൊണ്ടൊക്കെ ഇരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം പക്ഷേ തോക്കിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. ആ സമയത്താണ് BSA സൈക്കിൾ നിർമ്മാണത്തിലേക്ക് കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ അവർ കുറച്ച് ആൾക്കാർ ചേർന്നൊരു സൈക്കിൾ ഉണ്ടാക്കി. ഓട്ടോ സൈക്കിൾ, DI ഓട്ടോ സൈക്കിൾ എന്നുള്ള പേരിൽ. പക്ഷേ ഒരു വല്ലാത്തൊരു രൂപമായിരുന്നു. അത് കാര്യമായിട്ടൊന്നും ചിലവായില്ല. 1919 അവരുടെ സേഫ്റ്റി ബൈസൈക്കിൾസ് നല്ല രീതിയിൽ വിൽക്കാൻ തുടങ്ങി. അതിനിടയിൽ അവരും ട്രയംഫിൻ്റെ വഴിക്ക് തന്നെ പോയി മോട്ടോർ സൈക്കിൾ നിർമ്മാണത്തിലേക്ക് കടന്നു. അതോടെ സൈക്കിൾ നിർമ്മാണ യൂണിറ്റ് സെപ്പറേറ്റ് ഒരു യൂണിറ്റാക്കി. ഇതിനിടയിൽ റാലി കമ്പനിയും കാറുകളൊക്കെ നിർമ്മിച്ച് തുടങ്ങിയിരുന്നു. അത് ബോഡ്മാൻ്റെ മകൻ ഹാരോൾഡ് ബോഡ്മാൻ എന്നുള്ള വ്യക്തിയായിരുന്നു അതിന് തുടക്കം കുറിച്ചത്, ബോഡ്മാൻ്റെ മരണത്തിന് ശേഷം. പക്ഷേ അപ്പോഴും ഈ റാലി കമ്പനി സൈക്കിളായിരുന്നു അവരുടെ ഒരു പ്രധാന ഉൽപ്പന്നമായിട്ട് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാറുകളുടെ നിർമ്മാണത്തിനായിട്ട് റെലിയൻറ്റ് എന്നുള്ള പേരിലൊരു പ്രത്യേക കമ്പനി ഫോം ചെയ്തു. നമ്മുടെ മാരുതി 800 പോലെ വളരെ ചെറിയ കാറുകളാണ് ഉണ്ടാക്കിയിരുന്നത്. അത് വളരെ വർഷങ്ങളോളം യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം വളരെ ജനപ്രിയമായിട്ട് തുടരുകയും ചെയ്തു. സൈക്കിളുകളുടെ ചരിത്രം നോക്കിയാൽ തുടക്കം തൊട്ട് ഏകദേശം ഇന്നും ഒരേ രീതിയിൽ തുടർന്നു പോകുന്ന ഒരു കമ്പനി എന്ന് പറയാവുന്നത് റാലി മാത്രമേ ഉള്ളൂ.